ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ അബി ഫോണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അബി ഫോൺ വിളിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ അനക്കയാണ്. അപ്പോൾ അനക്ക വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നാട്ടിലേക്ക് പ്ലെയിൻ വന്ന് ഇറങ്ങി, ഇപ്പോൾ എന്താണ് കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നേരിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ഞാനിപ്പം എൻ്റെ കൂട്ടുകാരിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വാടകയ്ക്ക് വീടെടുത്തിട്ട് അവിടെയാണ് താമസിക്കാൻ പോകുന്നത്. എൻ്റെ സിറ്റുവേഷൻ നിനക്കറിയാമല്ലോ എന്നിങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും അഭി പറയുന്നുണ്ട്, ഇത് എന്ത് വിചാരിച്ചുകൊണ്ടാണ് എനിക്ക് നീ ഇങ്ങനെ ചോദിക്കുവേ. അപ്പോഴേക്കും പറയും, എനിക്ക് വേറെ ഒരു വഴിയില്ല, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് കാണണം, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്നങ്ങ് നമ്മുടെ അഭി ഫോൺ കട്ട് ചെയ്യുവേ. അതിനുശേഷം നവ്യ ഇങ്ങനെ വന്നിട്ട് പറയും, നീ എന്താ പെട്ടെന്നങ്ങ് ഫോൺ വെച്ചത്, എന്നെ കണ്ടത് നീ മാറ്റിയല്ലോ എന്നിങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പം മനസ്സിലിങ്ങനെ അഭി വിചാരിക്കുകയാണ്, അധികം ദിവസമില്ല ഇനിയിപ്പോൾ ഇവള് വീട്ടിലോട്ട് പോകാനായിട്ട്. ഈ സമയത്ത് ഇവളെ പിണക്കുന്നത് ശരിയല്ല, പിണങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഇവള് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുവേ. അപ്പോൾ നവ്യ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, നാളെയാണ് എന്നെ വിളിക്കാൻ വരുന്നത്, എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നിങ്ങനെയൊക്കെ നവ്യ പറയുന്നുണ്ടേ. അപ്പോൾ ഇങ്ങനെ അഭി പറയുകയാണ്, നിനക്കറിയാലോ എൻ്റെ കാര്യങ്ങളൊക്കെ, കമ്പനിയിൽ നിന്ന് വെറും തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത്. അതുകൊണ്ട് നിനക്ക് തന്നെ അറിയാമല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് വണ്ടിയുണ്ട്, വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ തന്നെ തികയത്തില്ല, പിന്നെ കുറച്ച് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അപ്പം നീ നേരത്തെ ഇങ്ങനെ ആയിരുന്നോ, ഇപ്പോഴത്തെ പ്രശ്നങ്ങളല്ലല്ലോ എന്നിങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, ഇല്ല, നേരത്തെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, എന്നാൽ പോലും കൂടെ നേരത്തെ കഴിഞ്ഞും പ്രശ്നങ്ങളാണ് എനിക്കിപ്പോൾ എന്നിങ്ങനെ അഭി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്, നിനക്ക് നേരത്തെ തന്നെ ദുശ്ശീലങ്ങളുണ്ടെന്നാണ് മുത്തശ്ശി പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ. കൊച്ചുമാനെ പറ്റിയിട്ട് ഏതൊക്കെയാലും മുത്തശ്ശി ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളൊന്നും പറയത്തില്ല എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട്. നിന്നെ നന്നാക്കാൻ പറഞ്ഞതേ ഉള്ളൂ മുത്തശ്ശി. അപ്പോൾ അഭി പറയുകയാണ്, നമ്മൾ തമ്മിൽ വഴക്കും പിണക്കും ഒക്കെ ആണെങ്കിൽ നീ പോയി കഴിയുമ്പോഴത്തേക്കിനും വല്ലാത്തൊരു ഒറ്റപ്പെടലായിരിക്കും എനിക്കെന്നിങ്ങനെ അഭി നവ്യയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, നീ വെറുതെ കളിക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് നിനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല എന്ന് പറയട്ടോ. അപ്പം നവ്യ പറയുകയാണ്, നല്ല രീതിയിലാണ് ചിന്തിച്ചെങ്കിൽ ഓക്കെ ശരി, അല്ല ചീത്ത ബുദ്ധിയോട് കൂടിയിട്ടാണ് നീ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കും എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. നീ നല്ല ചിന്തിച്ചാൽ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോകും കേട്ടോ. അടുത്തായിട്ട് കാണിക്കാൻ നമ്മുടെ ദേവയാനിയും നയനയും ഇങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുകയാണ്, ചേച്ചിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അഭിയായിരുന്നു, ചേച്ചിക്കൊപ്പം ഇന്ന് ഇവിടേക്ക് വരേണ്ടതും അഭിയായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിനൊന്നും അവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവനങ്ങനെ ആയി പോയില്ലേ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഏതൊരു ഭാര്യയ്ക്കും ഇഷ്ടം അവനവൻ്റെ ഭർത്താക്കന്മാരെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുമ്പോഴാണ് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മോളുടെ ചേച്ചിക്ക് വേണ്ടുന്നതൊക്കെ ആദ്യം എടുക്കുക, പിന്നീട് നമുക്കുള്ളതൊക്കെ എടുക്കാം, അതെടുക്ക് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാരികളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടേ. അപ്പോൾ ഇങ്ങനെ നല്ല ലാവിഷായിട്ട് അവരിങ്ങനെ സാധനമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. പിന്നെ പെട്ടെന്ന് കാണിക്കുക നമ്മുടെ വേണുവിനെയൊക്കെയാണ്. വേണുവും ഭാര്യയും അതുപോലെ തന്നെ അനാമികയും നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ സാധനം എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അച്ഛൻ ഇതുവരെ എനിക്കൊന്നും മേടിച്ച് തന്നിട്ടില്ല, അവനും എനിക്കൊന്നും മേടിച്ച് തരത്തില്ല. എന്നിട്ട് പറയും, മോളെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കിനും അനാമിക പറയുന്നുണ്ട്, ഞാൻ കുറേ കൊണ്ടും തന്നല്ലോ, അപ്പോൾ ആ പൈസ ആണെങ്കിലും വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ച് തന്നോട്ടെ എന്നിങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്ന് വർത്താനം പറയുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ നയന ഇങ്ങോട്ട് എണീക്കുക കേട്ടോ. എണീച്ച് നോക്കുമ്പോഴത്തേക്കിനും ഞാൻ ബ്ലൗസ് പീസ് എവിടെയാണെന്ന് ഇങ്ങനെ നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ എണീച്ച് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും നയനയാണ് ആദ്യം പെട്ടെന്ന് എണീക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കിനും അമ്മേ അനാമികയും അച്ഛനും അമ്മയെന്ന് പറയും കേട്ടോ. എവിടെയെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയും പെട്ടെന്ന് എനിക്ക് ഇതിപ്പോൾ എവിടെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് നമ്മുടെ ദേവയാനി വിളിക്കും കേട്ടോ. പിന്നെ നയന ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അനാമികയുടെ നെക്സ്റ്റ് നോട്ടം വരുന്നത് നമ്മുടെ നയനയിലേക്കാണ്. അപ്പോൾ പറയുകയാണ്, നോക്ക്, ആരെ കാണരുതെന്ന് വിചാരിച്ചോ, അവൾ തന്നെ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അനാമികയും അച്ഛനും അമ്മയും കൂടെ ഓടി നമ്മുടെ നയനയുടെ അടുത്തേക്ക് വരും കേട്ടോ. 10 പുത്തൻ കിട്ടിയതല്ലേ, സാറിന് ഡ്രസ്സ് എടുക്കാൻ വന്നതായിരിക്കും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിന് നിനക്ക് മുടക്കൊന്നും ഇല്ലല്ലോ എന്ന് പറയുവേ. അപ്പോൾ വേണു പറയുകയാണ്, ശമ്പളമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം വീട്ടുകാർക്കാണ് കൊടുക്കേണ്ടത്.
എൻ്റെ ഭർത്താവാണ് എനിക്ക് ശമ്പളം തന്നത്. അത് തന്നെയല്ല, ഭർത്താവ് വേണ്ടുന്ന രീതിയിൽ നിനക്ക് ഇഷ്ടപ്പെട്ടതിനുള്ള രീതിയിൽ നീ അതൊക്കെ വിനിയോഗിച്ചു എന്ന് എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുവേ അങ്ങനെ ആദർശ് അങ്ങനെയൊക്കെ പറയും. പക്ഷേ മനമര്യാദ അനുസരിച്ചിട്ട് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി മാന്യതയില്ലാതെ പ്രവർത്തിക്കുകയല്ല വേണ്ടെന്ന് ഇങ്ങനെ പറയുവേ അനാമികയുടെ അമ്മ പറയും കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, മാന്യതയില്ലാതെ പ്രവർത്തിച്ചത് ആരാണെന്ന് ഞാൻ പറയണമെന്ന് ചോദിക്കുക. നിങ്ങളെന്താ ഉദ്ദേശിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടേ. അതുപോലെ തന്നെ ഞാൻ മാന്യതയില്ലാതെ പെരുമാറിയെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? അത് തന്നെയല്ല, തെറ്റായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറുമില്ല എന്നിങ്ങനെ നയന എടുത്ത് പറയുന്നുണ്ടേ. ഞങ്ങൾ എന്ത് ചെയ്തു നീ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്, ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഒച്ചത് വിളിച്ച് പറയിപ്പിക്കണമെന്ന് ഇങ്ങനെ ചോദിക്കേ. അപ്പോൾ അനാമിക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. ആദ്യമേ സ്വന്തം മോളെ നന്നാക്കാൻ നോക്ക്, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് ഇറങ്ങിത്തിരിക്കുക. എന്നിട്ടിങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട്, ഒറ്റയ്ക്കാണോ വന്നത് അത് കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കിനും അനാമികയുടെ അമ്മ ഇടയ്ക്ക് വെച്ചിട്ട് ചോദിക്കുകയാണ്, ആദർശാണോ വന്നത് അതല്ലാതെ നിൻ്റെ കൂടെ വേറെ ആരെങ്കിലും വന്നോ എന്നാണ് ചോദിച്ചതെന്ന് ഇങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും നയന എടുത്തടിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ മോളുടെ കൂടെ അങ്ങനെ ആരെങ്കിലും വരാറുണ്ടോ? അതുകൊണ്ടായിരിക്കും എനിക്ക് ഇവളോട് സ്നേഹം ഇല്ലാത്തത്. ഇത് ടെക്സ്റ്റൈൽസ് ആയിപ്പോയി, ഇല്ലെങ്കിൽ ഇത് നല്ല മറുപടി പറഞ്ഞാനെന്ന് ഇങ്ങനെ അനാമിക പറയുമ്പം നയന പറയുന്നുണ്ട്, നീ എന്ത് മറുപടി പറഞ്ഞാലും അതിന് മറുപടി പറയാൻ എനിക്കറിയുമെന്ന് ഇങ്ങനെ പറയുവേ. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ അച്ഛനും അമ്മേനും വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക്. എടേ, നീ കൂടുതൽ കിടന്ന് തിളക്കേണ്ട. അനിയത്തിനെ അനന്തപുരി തറവാടിലേക്ക് കയറ്റി വിടാൻ നോക്കിയിട്ട് നടന്നില്ല. അതിൻ്റെ ദേഷ്യവാ നീയും നിൻ്റെ ചേച്ചിയും ഞങ്ങളോട് പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പറയും മാതിരി ഞങ്ങളുടെ അനിയത്തിനെ അനന്തപുരി തറവാടിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ ഞങ്ങൾക്കത് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. അത് പലതവണ ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അനിയെ സ്നേഹിച്ചാൽ ഇവൾക്ക് തന്നെയാണ് നല്ലത്. എങ്ങനെയാ സ്നേഹിക്കുന്നത്? ഒരുത്തി അനിയെ ഇവളെ വേർതിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചണ്ട പിടിച്ച് നടക്കുകയല്ലേ. താലി കെട്ടിക്കൊടുത്ത ആളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ആരും ആരുടെ പുറകിലൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അപ്പോഴത്തേക്കിനും അനാമിക പറയുന്നുണ്ട്, ഇവളുമാരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് അച്ഛനും അമ്മയും വാ എന്ന് പറഞ്ഞിട്ട് കുടിച്ചോണ്ട് പോവുകയാണേ. പോകുന്നതിന് മുന്നേ വേണു താക്കീത് കൊടുത്തിട്ടാണ് പോകുന്നത്. അനിയത്തെയും കൂട്ടുകാരും തല്ലിയതിൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല, അത് ഞങ്ങൾ മറന്നിട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നയന ഇങ്ങനെ നോക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ദേവേനെ അങ്ങോട്ടേക്ക് വരും കേട്ടോ. അവരെന്തൊക്കെയാണ് പറഞ്ഞ മോളെ, ചുമ്മാ നാണംകെട്ട രീതിയിൽ ഓരോന്ന് പറയുന്നതെന്ന് പറയും കേട്ടോ. അനിയുടെ കാര്യം ഓർത്തിട്ട് മോള് അവരോടൊന്നും കൂടുതലായിട്ട് പറയാതിരിക്കുന്നത് നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയാതിരിക്കുന്നത്. പലതും പറയണമെന്നുണ്ട് എനിക്ക് അമ്മയോട്, പക്ഷേ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിപ്പോൾ മിണ്ടാതിരിക്കുന്നത്. അപ്പോഴത്തേക്കും ദേവയാനി എന്താ മോളെയും ചോദിക്കും കേട്ടോ. ഇനി അതൊന്നും ചോദിക്കണ്ട, അനിയും അനാമയും ഒന്നിച്ചു പോകണമെന്ന് മറ്റാരേക്കാളും ആഗ്രഹിക്കുന്നത് അമ്മയല്ലേ. അതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന അങ്ങോട്ടേക്ക് പോവേ. അപ്പോൾ ദേവയാനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. നവ്യ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. 7ാം മാസത്തെ ചടങ്ങ് നടക്കുകയല്ലേ. അപ്പോഴത്തേക്കിനും നയന അങ്ങോട്ടേക്ക് സാരിയൊക്കെ ആയിട്ട് കയറി വരും കേട്ടോ. അപ്പോഴത്തേക്കിന് നവ്യെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ. നയനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് എണീക്കുന്നുണ്ട്. അതിന് ശേഷം ഇതെന്താ കയ്യിലെന്ന് പറയും കേട്ടോ. ഇന്ന് എനിക്ക് ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് മേടിച്ചതാണ് എന്നിങ്ങനെ പറയും കേട്ടോ. ഇതെന്താന്ന് ചോദിക്കുമ്പോൾ സാരിയാന്ന് പറയും കേട്ടോ. സാരിയാണോ? ഇതിൻ്റെ കാര്യം പിന്നെ പറയണ്ട, നീ എല്ലാം സെലക്ട് ചെയ്തത് നന്നായിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് ശമ്പളം കിട്ടി, ആ ശമ്പളത്തിൽ നിന്ന് മേടിച്ചതാന്ന് പറയും കേട്ടോ. അത് ഞാൻ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയ്ക്കും പൈസ കൊടുത്തു. ആദർശേട്ടനാണ് പറഞ്ഞത് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോഴത്തേക്കിനും അച്ഛനത് മേടിച്ചില്ല, 1000 രൂപ മാത്രമേ എടുത്തുള്ളൂ. അപ്പോഴത്തേക്കിനും നവ്യ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ പൈസ വീട്ടിലെ അച്ഛനും അമ്മയും എടുക്കുമോ, നമുക്കറിയാവുന്നതല്ലേ നമ്മുടെ അച്ഛനെ അമ്മയെ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നവ്യ സങ്കടത്തോടു കൂടി പറയുകയാണെ, എല്ലാ അർത്ഥത്തിലും നീ ഭാഗ്യമുള്ളവളാണ്, ഒട്ടും ഇല്ലാതെ പോയത് എനിക്കാണ്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞതെന്ന് പറയുവേ. അപ്പോഴത്തേക്കിനും നിനക്കറിയാലോ, ഇത് 7ാം മാസമല്ലേ, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത്, ഇപ്പോൾ സാരി പോലും മേടിച്ച് തരേണ്ടത് അഭിയല്ലേ, എന്നിട്ട് അവൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ സങ്കടപ്പെടുവാണേ. എൻ്റെ 7ാം മാസമാണെന്നറിയാതെ അവൻ ചുറ്റിത്തിരിയാണ്. നമ്മുടെ വീട്ടിൽ പോയി നിൽക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അതോടൊപ്പം തന്നെ ദുഃഖവും. എൻ്റെ ദുഃഖം മറ്റൊന്നുമല്ല മോളെ, ഞാൻ 4-5 മാസം മാറി നിന്ന് കഴിഞ്ഞാൽ അഭി എന്നെ പൂർണ്ണമായിട്ടും മറക്കുമോ എന്നാണ് എൻ്റെ പേടി എന്നിങ്ങനെ സങ്കടത്തോടെ നയനയുടെ അടുത്ത് പറയുവാണേ. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? അപ്പം നവ്യ പറയുകയാണെ, വലിയ വീട്ടിൽ നിന്ന് വലിയ സ്ത്രീധനമൊക്കെ മേടിച്ച് വേറെ പെണ്ണ് കെട്ടിക്കണമെന്നാണ് അവൻ്റെ അമ്മ ആലോചിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുമായിട്ട് മടങ്ങി വരുമ്പോഴത്തേക്കിനും അഭിയുടെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റത്തില്ല.
ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ചേച്ചി, അങ്ങനെ ഉള്ളപ്പോൾ അവന് തന്നെ ഇഷ്ടത്തിന് അങ്ങനെ അങ്ങ് നടക്കാൻ പറ്റുമോ? ഇവിടെ ഉള്ളവർ നമ്മുടെ നേർക്ക് വരുമ്പോഴത്തേക്കിനും അവർക്ക് ഒത്ത മറുപടി പറഞ്ഞ് നടക്കുമ്പോഴും എൻ്റെ മനസ്സിലൊരു തീയുണ്ട് മോളെ, ഒത്ത നിരാശയും ഉണ്ട്. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിട്ട് അവൻ ഇതുവരെ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല. നാളെ ഒരു കുഞ്ഞുണ്ടായാലും അവൻ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അച്ഛൻ്റെ സ്നേഹം കിട്ടാതെയായിരിക്കും ആ കുഞ്ഞും വളരുന്നത്. അപ്പം നയന ഇങ്ങനെ പറയുന്നുണ്ട്, അതിനൊക്കെ പരിഹാരം ഉണ്ടാവും ചേച്ചി, ധൈര്യമായിട്ടിരിക്കുക എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ നവ്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സാരി ഉടുത്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ചടങ്ങിന് ഞാൻ ഈ സാരി ഉടുക്കാൻ പോകുന്നതെന്നിങ്ങനെ നവ്യ പറയാം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് മേടിച്ചത്. നിനക്കിപ്പോൾ സന്തോഷം ഒരുപാടുണ്ട് മോളെ. നിൻ്റെ അമ്മായിയമ്മ നിന്നെ വെറുത്തിട്ടും നിനക്ക് സന്തോഷം നന്നായിട്ടുണ്ടല്ലോ. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന അങ്ങോട്ടേക്ക് പോവുകയാണേ. അതിനുശേഷം നവ്യ നമ്മുടെ നയന് കൊടുത്ത സാരിയൊക്കെ എടുത്തിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുക നമ്മുടെ ജലജനെയാണ് കേട്ടോ. ജലജ റൂമിലിങ്ങനെ നന്നായിട്ട് ഒരുങ്ങിയിട്ട് സ്പ്രേ ഒക്കെ എടുത്തടിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ മോനും എന്തെങ്കിലും വിചാരമുണ്ടോ? ഇന്ന് എൻ്റെ 7ാം മാസത്തെ ചടങ്ങ്, ഒരു സാരിയെങ്കിലും എടുത്ത് തരാനായിട്ട് തോന്നിയോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ജലജ പറയുകയാണ്, നിൻ്റെ അലമാരിയിൽ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാനുള്ള സാരി ഉണ്ടല്ലോ, പിന്നെന്തിനാ? ഇപ്പോഴേ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആദർശേട്ടനും നയനയാണ്. ഇപ്പോൾ ദാ അവരെനിക്ക് 2 സാരി എടുത്തുകൊണ്ട് വന്നതെന്ന് പറയും കേട്ടോ. എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ഇങ്ങനെ ജലജ പറയുവേ. ദേഡി മൂർത്തീസ് ജ്വല്ലറിയിലെ MD ആണ് ആദർശ്. നിൻ്റെ ഭർത്താവാണെങ്കിൽ ജോലിക്കാരനും. അവൻ എന്തൊക്കെയോ ടെൻഷനുമായിട്ട് കറങ്ങി നടക്കുകയാണ്. ഏത് പെണ്ണിൻ്റെ പിന്നാലെയാണെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജലജ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടേ. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ വരെ അവനൊരു പ്രശ്നമില്ലായിരുന്നു. അത് ശരിയാ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. സ്വന്തം മുത്തച്ഛൻ വരെ തള്ളിക്കളഞ്ഞ കൊച്ചുമോനാ. അതെങ്ങനെയാ? ഇവിടുത്തെ ഈ വീട്ടിലെ സന്തതി അല്ലല്ലോ, പിന്നെങ്ങനാ എന്നിങ്ങനെ നവ്യ പറയുവാണേ. പിന്നെ അവൻ ഏത് തറവാട്ടിലെ സന്തതിയാ എന്ന് പറയാം. അപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾക്കും നിങ്ങളുടെ മോനും ഒന്നും ഈ വീട്ടിലുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ജലജ ഇങ്ങനെ തലമുനിക്കുന്നുണ്ടേ. മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും നല്ലവരായതുകൊണ്ട് നിങ്ങൾ അമ്മയും മോനും ഈ വീട്ടിലെ അംഗങ്ങളായത്. അല്ലെങ്കിൽ കാണാമായിരുന്നു. അപ്പോഴത്തേക്കിനും ജലജ പറയുന്നുണ്ട്, ഇനിയുള്ള 4-5 മാസങ്ങൾ മനുഷ്യന് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം. ഞാൻ പോയാലും ആര് പോയാലും നിങ്ങളെപ്പോലുള്ള സ്ത്രീക്ക് മനസ്സമാധാനം കിട്ടത്തില്ല. മനസ്സമാധാനം കിട്ടണമെങ്കിലേ മനസ്സ് നന്നാവണം. പിന്നെ നമ്മുടെ ദേവയാനി സന്തോഷത്തോടു കൂടിയിട്ട് റൂമിൽ നയനെ എടുത്തുകൊണ്ട് സാരിയൊക്കെ ഇങ്ങനെ തോളത്തിട്ടിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നയന അങ്ങോട്ടേക്ക് കടന്നു വരും കേട്ടോ. മോളെടുത്ത് തന്ന സാരി നന്നായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയും കേട്ടോ. അമ്മ എനിക്ക് എടുത്ത് തന്ന സാരിയും എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുവേ. നവിക്ക് സാരി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാനും ആദർശേട്ടനും കൂടെ പോയി മേടിച്ചെന്നാണ് നവ്യേച്ചി മനസ്സിലാക്കിയിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇപ്പോൾ ഒന്നും പറയണ്ട. നവ്യേച്ചിക്ക് നല്ല സങ്കടമുണ്ട്. അബിയും അവയുടെ അമ്മയും ഒന്നും 7ാം മാസം ആയില്ല, എന്നിട്ടൊന്നും മേടിച്ച് കൊടുക്കാത്തതിൽ. അത് പിന്നെ ഏത് പെൺകുട്ടികൾക്കാണെങ്കിലും അങ്ങനെയല്ലേ മോളെ. നമ്മളൊക്കെ എത്ര മേടിച്ച് കൊടുത്താലും സ്വന്തം ഭർത്താവ് മേടിച്ച് കൊടുക്കുന്ന പോലെ ആവുമോ? ജലജ ഒന്നും മേടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അബി കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? പറഞ്ഞിട്ടൊരു കാര്യമില്ല മോളെ. അവൻ അനന്തപുരി തറവാടിലെ സന്തതിയൊന്നും അല്ല, പിന്നെ എന്തു പറയാനാ? അത് ശരിയാണ്. ഞങ്ങൾ ഈ തറവാടിലേക്ക് കയറി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കിയത് അബിയും അവയുടെ അമ്മയുമാണ്. നിങ്ങൾ 2ആളും വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരുപാട് ദേഷ്യമായി. അതുകൊണ്ടാണ് എനിക്ക് അവളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വന്നത്. അതിനു മുമ്പ് വരെ അമ്മയും മോനെ ഞാൻ അടുപ്പിച്ചിരുന്നില്ല. ജലജയും മോനും ഒക്കെ എൻ്റെ മുന്നിൽ നിന്നത് മുട്ടു വരച്ചിട്ടായിരുന്നു. അമ്മേ, അനിയുടെയും അനാമികയുടെയും ജീവിതം നല്ല രീതിയിലാക്കണമെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതുപോലെ തന്നെ അബിയുടെയും അവൻ്റെ അമ്മയുടെയും ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം അമ്മേ. ഇതിപ്പോൾ 7ാം മാസത്തിന് വേണ്ടിയിട്ട് ചേച്ചി പോവുകയാണ്. പിന്നെ ഒരു കുഞ്ഞുമായിട്ടാണ് ചേച്ചി ഇങ്ങോട്ടേക്ക് മടങ്ങി വരാൻ പോകുന്നത്. ആ സമയത്തെങ്കിലും അബിയും അവൻ്റെ അമ്മയും അവരെ സ്നേഹിക്കണം. അനിയുടെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി ഉണ്ട് മോളെ, പക്ഷേ അബിയുടെ കാര്യത്തിൽ ഒട്ടുമില്ല. നവ്യ വരുന്നതിന് മുന്നേയും അവനെ പറഞ്ഞ് തിരുത്താനായിട്ട് അവൻ്റെ മുത്തച്ഛനുൾപ്പെടെ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. ഭയം കൊണ്ട് അവൻ പലതും മത്സരിക്കുമെങ്കിലും അവൻ്റെ മനസ്സിൽ ഒരു നന്മയില്ല. അതെങ്ങനെ? അവൻ്റെ അമ്മയുടെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ. അച്ഛനാണെങ്കിൽ കുട്ടിക്കാലത്തെ വേർപെട്ട് പോയതാണ്. അതെങ്ങനെ? ജലജയുടെ സ്വഭാവം അങ്ങനെ അല്ലായിരുന്നോ? കുട്ടികളാവുമ്പോൾ അമ്മയുടെ ശിക്ഷണം മാത്രം കിട്ടിയാൽ പോരല്ലോ, അച്ഛൻ്റെയും കൂടെ വേണ്ടേ? ശരി അമ്മേ. എന്നിട്ട് പിന്നെ അതൊക്കെ പോട്ടെ.
അപ്പം മോളെടുത്ത സാരി നന്നായിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഒരു സാരി 4 എടുക്കാം, ഇന്നൊന്ന് വിഷുവിന് എടുക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും പറയുന്നുണ്ട് നയന പറയുവാണ് വിഷുവിന് വേറെ പർച്ചേസ് ചെയ്യാം, വിഷുവിന് സെറ്റ് സാരിയല്ലേ എടുക്കേണ്ടത്. അതെ അതെ, ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പർച്ചേസിനൊക്കെ പോകാം, മോളുമായിട്ട് ഇടപഴകാനുള്ള അവസരം അങ്ങനെയല്ലേ കിട്ടുള്ളൂ. അതെ, ഒത്തിരി അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ കാണും എന്നൊക്കെ പറയും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുവേ. അതിനുശേഷം നയന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ സാരി എടുത്ത് വെച്ചിട്ട് റൂമിലിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അഭി അങ്ങോട്ടേക്ക് വരും കേട്ടോ. സാരി നന്നായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുവേ. ഇത് ഞാൻ എടുത്ത് തന്നതാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും നവ്യ പറയുന്നുണ്ട്, നീ എനിക്ക് സാരി എടുത്ത് തന്നിട്ട് ഒരുപാട് നാളായില്ലേ, ഒരു നൂറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ടാവും എന്നിങ്ങനെ നവ്യ പറയുവാണേ. ഇതെനിക്ക് എൻ്റെ അനിയത്തി മേടിച്ച് തന്നതാണ്. അപ്പോഴത്തേക്കിനും പിന്നെ പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അനിയത്തിയും അതുപോലെ തന്നെ നിൻ്റെ ഏട്ടനുമാണ്. അപ്പോൾ അപ്പോഴത്തേക്കിനും അഭി പറയുന്നുണ്ട് അവൻ നിന്നെ ഒരിക്കൽ സ്നേഹിച്ചിരുന്നതാണല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നിന്നെ കഴിഞ്ഞും എത്രയോ നല്ല മനുഷ്യനാണ്, ഇതുപോലുള്ളൊരു ആദർശവാനെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുവേ. ശരിയാ എന്നിട്ടിങ്ങനെ അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവള് പോകാൻ പോവുകയാണ്, ആ സമയത്ത് അല്ലെങ്കിൽ തന്നെ ഞാൻ പ്രശ്നങ്ങളിലും കൂടിയാണ് കടന്നു പോകുന്നത്, ആ സമയത്ത് വെറുതെ ഇവളെ ചൂടിപ്പിക്കേണ്ട എന്നൊക്കെ പറയും കേട്ടോ. ഇത് പറയാൻ നവ്യ, എനിക്ക് നിനക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരണമെന്നുണ്ട്, പക്ഷേ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഈ വീട്ടിലാണെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല, എപ്പോഴും അനാമികയും നിൻ്റെ അമ്മയൊക്കെ ആയിട്ട് വഴക്കടിച്ചുകൊണ്ടാണ് ഞാനിങ്ങോട്ട് ജീവിക്കുന്നത് തന്നെ. ആ സമയത്ത് പോലും എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരു ഭാര്യയ്ക്ക് വേണ്ടത് ഒരുപാട് കാര്യങ്ങളൊന്നുമല്ല, അവളുടെ ഭർത്താവിൽ നിന്നുള്ള സ്നേഹം മാത്രം, അതുപോലും എനിക്ക് കിട്ടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞാൽ നവ്യ സങ്കടപ്പെടും കേട്ടോ. അപ്പോഴത്തേക്കിനും പിന്നെ പറയുന്നുണ്ട് എനിക്കോ സ്നേഹം കിട്ടിയില്ല, പക്ഷേ ഒരു 5 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ കുഞ്ഞുമായിട്ടായിരിക്കും വരുന്നത്, ആ കുഞ്ഞിനെങ്കിലും ആ സ്നേഹം കിട്ടണമെന്നിങ്ങനെ പറയുവാണേ. എൻ്റെ ഉള്ളിൽ തീരാത്ത സ്നേഹമുണ്ട് നവ്യേ, അത് പ്രകടിപ്പിക്കാനായിട്ട് എനിക്കറിയുന്നില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം അഭി ഇങ്ങനെ നവ്യയുടെ ദേഹത്തൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നവ്യ പെട്ടെന്ന് കൈയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട്, ആര് പറഞ്ഞു നിനക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്